أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അനുസ്മരണമാണ് നടന്നുവരുന്നത്. ഇതിൽ ഹജ്ജത്തുൽ വിദായുടെ സന്ദർഭത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാവിനു വേണ്ടി ഹിജ്രി 10-ാം വർഷം വ്യാഴാഴ്ച ദിവസം ദുൽഖഅദ മാസം 6 ദിവസം ബാക്കിയുള്ളപ്പോൾ പുറപ്പെട്ടു. ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശനിയാഴ്ച പുറപ്പെട്ടു എന്നും ഉണ്ട്. ഏതായിരുന്നാലും അതിലൊരു നിവേദനം വരുന്നുണ്ട്. ഹദ്റത്ത് അസ്മാ ബിൻത്ത് അബീ ബക്കർ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാവിനു വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ പക്കൽ ഒരു ഒട്ടകമുണ്ട്, നമുക്കതിൽ പാഥേയങ്ങൾ വയ്ക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്തു കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ഹദ്റത്ത് അബൂബക്കറിൻ്റെയും സാധനങ്ങൾക്ക് വേണ്ടി ഒരു ഒട്ടകമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആട്ടയും കുറച്ച് സത്തു പൊടിയും പാഥേയമായി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് അബൂബക്കറിന്റെ ഒട്ടകപ്പുറത്ത് വെച്ചു. ഹദ്റത്ത് അബൂബക്കർ അതിനെ തന്റെ ഭൃത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ഹദ്റത്ത് അസ്മാ ബിൻത്ത് അബീ ബക്കർ വിവരിക്കുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അർശ് എന്ന സ്ഥലത്ത് ആയിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാരിയിൽ നിന്ന് ഇറങ്ങി, ഞങ്ങളും ഇറങ്ങി. ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വശത്തിരുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഒരു വശത്തേക്കും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ഹദ്റത്ത് അബൂബക്കറിൻ്റെയും സാധനങ്ങൾ ഒരുമിച്ച് ഒരു ഒട്ടകപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അത് ഹദ്റത്ത് അബൂബക്കറിൻ്റെ ഭൃത്തിൻ്റെ പക്കലായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ അയാൾ വരാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആ ഭൃത്യൻ വന്നു. പക്ഷേ അയാളുടെ ഒട്ടകം അയാളുടെ കൂടെ ഇല്ലായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ചോദിച്ചു, എവിടെയാണ് ഒട്ടകം? അയാൾ പറഞ്ഞു, കഴിഞ്ഞ രാത്രി അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ഒരു ഒട്ടകമേ ഉണ്ടായിരുന്നുള്ളൂ, അതും നീ നഷ്ടപ്പെടുത്തിയോ? അങ്ങനെ ഹദ്റത്ത് അബൂബക്കർ അയാളെ അടിക്കാൻ എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയായിരുന്നു. പറഞ്ഞു, ഈ മുഹരിമിനെ അതെന്താണ് ചെയ്യുന്നത്? നോക്കുക, ഇബ്നു അബീ റസ്മ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹരിമിനെ അതെന്താണ് ചെയ്യുന്നത് എന്നതിൽ കവിഞ്ഞ് ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയായിരുന്നു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഥേയം നഷ്ടമായിരിക്കുന്നു എന്ന് സഹാബാക്കൾക്ക് അറിവ് ലഭിച്ചപ്പോൾ അവർ ഹൈസ് കൊണ്ടുവന്നു. ഹൈസ് എന്ന് പറയുന്നത് ഒരു സ്വാദിഷ്ടമായ ഹൽവയാണ്. അത് ഈന്തപ്പഴവും ഗോതമ്പ് പൊടിയും വെണ്ണയും കൊണ്ട് തയ്യാറാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഹദ്റത്ത് അബൂബക്കർ തന്റെ ഭൃത്യനോട് ദേഷ്യപ്പെടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ, സൗമ്യനാകൂ, ഈ കാര്യം നിങ്ങളുടെ പരിധിയിലോ നമ്മുടെ പരിധിയിലോ അല്ല. ആ ഭൃത്യൻ ഒട്ടകം നഷ്ടപ്പെടാതിരിക്കാൻ തന്നെയായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാകുക, പക്ഷേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കഴിക്കൂ, ഒരു നല്ല പരിശുദ്ധ ഭക്ഷണം വന്നിരിക്കുന്നു. അള്ളാഹു ഇത് നമുക്ക് വേണ്ടി അയച്ചു തന്നതാണ്. ഈ ഭൃത്യന്റെ അടുത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഭക്ഷണത്തിന് പകരമാണിത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കറും ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്ന ആളുകളും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഹദ്റത്ത് സഫ്വാൻ ഇബ്നു മുഅത്തൽ എത്തി. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം സംഘത്തിന് പിന്നിൽ നടക്കുക എന്നതായിരുന്നു.
നാടൻ കാര്യങ്ങളാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇഫ്കിന്റെ സംഭവത്തിൽ വിവരിച്ചിരുന്നതുപോലെ അദ്ദേഹം പിന്നിൽ നടന്ന് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടോ എന്നെല്ലാം നോക്കുമായിരുന്നു. ഹദ്രത്ത് സഫ്വാൻ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ ഒട്ടകവും ഉണ്ടായിരുന്നു. അതിനുമേൽ ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താവളത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ സാധനങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, നമ്മൾ വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം ഒഴികെ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഭൃത്യൻ പറഞ്ഞു, ആ പാത്രം നേരത്തെ തന്നെ എൻ്റെ പക്കലുണ്ട്. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഹജ്ജത്തുൽ വിദാ സന്ദർഭത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പത്നി അസ്മാ ബിൻത്ത് റമീസ് റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ദുൽ ഹുലൈഫയിൽ എത്തിയപ്പോൾ അവിടെയാണ് അസ്മായിൽ നിന്ന് മുഹമ്മദ് ബിൻ അബീബക്കർ ജനിച്ചത്. ദുൽ ഹുലൈഫ മദീനയിൽ നിന്ന് 6-7 മൈൽ അകലെയുള്ള സ്ഥലമാണ്. ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി ഇങ്ങനെ കുട്ടി ജനിച്ചിരിക്കുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മയോട് പറയുക, കുളിച്ചതിന് ശേഷം പിന്നെ ഹജ്ജിനുള്ള ഇഹ്റാം കെട്ടുക, ഹാജിമാർ ചെയ്യുന്ന എല്ലാ കർമ്മവും ചെയ്യുക, ബൈത്തുള്ളാഹിയുടെ തവാഫ് ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഫാൻ താഴ്വരയിലെത്തിയപ്പോൾ ചോദിച്ചു, അബൂബക്കർ, ഇത് ഏതാണ് താഴ്വര? അബൂബക്കർ പറഞ്ഞു, ഇത് അസ്ഫാൻ താഴ്വരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ നിന്ന് ഹദ്രത്ത് ഹൂദും ഹദ്രത്ത് സ്വാലിഹും 2 ചുവന്ന ഒട്ടകങ്ങളിൽ സവാരി ചെയ്തുകൊണ്ട് അതിന്റെ പല്ലക്ക് ഈന്തപ്പനയുടെ ചകിരി കൊണ്ടുള്ളതായിരുന്നു. മേലങ്കി അണിഞ്ഞ് അതിന്മേൽ വെള്ളയും കറുപ്പും അടയാളമുള്ള പുതപ്പും പുതച്ച് തക്ബീർ ചൊല്ലിക്കൊണ്ട് ബൈത്തുൽ അത്തീഖിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹജ്ജത്തുൽ വിദായുടെ യാത്രയിൽ ആരുടെയെല്ലാം പക്കലാണോ കുർബാനയുടെ മൃഗങ്ങൾ ഉണ്ടായിരുന്നത് അവരിൽ ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖും ഉൾപ്പെടുന്നു. ഹദ്രത്ത് അബൂബക്കർ വിവരിക്കുന്നു, ഞാൻ ഹജ്ജത്തുൽ വിദായിൽ കാണുന്നത് സുഹൈൽ ബിൻ അംർ ബലി നൽകുന്ന സ്ഥലത്ത് നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുർബാന ചെയ്യാനുള്ള മൃഗത്തെ തിരുനബിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് അതിനെ ബലിയെറുത്തു. പിന്നെ തല മുണ്ടനം ചെയ്യാൻ വിളിക്കുകയും തല മുണ്ടനം ചെയ്യിക്കുകയും ചെയ്തു. ഞാൻ കാണുന്നത് സുഹൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ രോമങ്ങൾ തന്റെ കണ്ണിനോട് ചേർത്ത് പിടിക്കുന്നതാണ്. പറയുന്നു, ഞാൻ ആ സമയത്ത് ഓർത്തുപോയി. ഈ സുഹൈൽ തന്നെയാണ് ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബിസ്മില്ല എഴുതുന്നതിൽ നിന്ന് ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തടഞ്ഞിരുന്നത്. ഹദ്രത്ത് അബൂബക്കർ പറയുന്നു, ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു. അവൻ സുഹൈലിന് ഇസ്ലാമിലേക്ക് സന്മാർഗം നൽകിയിരിക്കുന്നു. അങ്ങനെ ഹിദായത്ത് നൽകിയപ്പോൾ പിന്നെ ആത്മാർത്ഥതയിലും കൂറിലും വളരെയേറെ മുന്നേറുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന രോഗാവസ്ഥയിൽ ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയതിനെ സംബന്ധിച്ച് പറയുന്നു. ഹദ്രത്ത് ആയിഷ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രോഗാവസ്ഥയിൽ പറഞ്ഞു, അബൂബക്കറിനോട് ജനങ്ങൾക്ക് നമസ്കരിപ്പിക്കാൻ വേണ്ടി പറയുക. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഞാൻ പറഞ്ഞു, ഹദ്രത്ത് അബൂബക്കർ, അങ്ങയുടെ സ്ഥലത്ത് നിൽക്കുമ്പോൾ കരച്ചിൽ കാരണം ജനങ്ങൾക്കൊന്നും കേൾക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങ് ഹദ്രത്ത് ഉമറിനോട് നമസ്കരിപ്പിക്കാൻ പറഞ്ഞാലും. ഹദ്രത്ത് ആയിഷ പറയുകയാണ്, ഞാൻ ഹദ്രത്ത് ഹഫ്സയോടും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ഹദ്രത്ത് അബൂബക്കർ തിരുനബിയുടെ സ്ഥലത്ത് നിന്നാൽ കരച്ചിൽ കാരണം ജനങ്ങൾക്കൊന്നും കേൾക്കുന്നതല്ല. അതുകൊണ്ട് ഹദ്രത്ത് ഉമറിനോട് നമസ്കരിപ്പിക്കാൻ പറയുക. ഹദ്രത്ത് ഹഫ്സ അതേപോലെ തന്നെ ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിശബ്ദയായിരിക്കൂ, നിങ്ങളെല്ലാം യൂസുഫിന്റെ കാലത്തെ സ്ത്രീകളെ പോലെയാണ്. ഹദ്രത്ത് ഹഫ്സ അതേപോലെ തന്നെ ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിശബ്ദയായിരിക്കൂ, നിങ്ങളെല്ലാം യൂസുഫിന്റെ കാലത്തെ സ്ത്രീകളെ പോലെയാണ്. അബൂബക്കറിനോട് പറയുക, അദ്ദേഹം തന്നെ നമസ്കരിപ്പിക്കണം. വഫാത്തിന് മുമ്പ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരുന്നപ്പോൾ ഹദ്രത്ത് അബൂബക്കറിന്റെ അഭാവത്തിൽ ഹദ്രത്ത് ബിലാൽ ഹദ്രത്ത് ഉമറിനോട് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിൽ ഹദ്രത്ത് ഉമറിന്റെ ശബ്ദമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ എവിടെ? അള്ളാഹുവും മുസ്ലിങ്ങളും അബൂബക്കർ അല്ലാതെ മറ്റാരെങ്കിലും നമസ്കരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഹദ്രത്ത് അബൂബക്കറിനെ വിളിപ്പിച്ചു. അദ്ദേഹം എത്തുമ്പോഴേക്കും ഹദ്രത്ത് ഉമർ നമസ്കരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗാവസ്ഥയിലും വഫാത്ത് വരെയും
ഹദരത്ത് അബൂബക്കർ തന്നെയാണ് നമസ്കരിപ്പിച്ചിരുന്നത്. ഹദരത്ത് ആയിഷ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രോഗാവസ്ഥയിൽ ഹദരത്ത് അബൂബക്കറിനോട് നമസ്കരിപ്പിക്കാൻ പറഞ്ഞു. കാരണം അദ്ദേഹം അവർക്ക് നമസ്കരിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഉർവ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രോഗാവസ്ഥയിൽ കുറച്ച് ശമനം തോന്നിയപ്പോൾ പുറത്തേക്ക് വരികയും പള്ളിയിൽ വരികയും ചെയ്തു. അപ്പോൾ കാണുന്നത് ഹദരത്ത് അബൂബക്കർ മുന്നിൽ നിന്ന് ജനങ്ങൾക്ക് നമസ്കരിപ്പിക്കുന്നതാണ്. അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പിന്നിലേക്ക് മാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തൽസ്ഥാനത്ത് തന്നെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ അടുത്ത് ഒരു വശത്ത് ഇരിക്കുകയും ചെയ്തു. ഹദരത്ത് അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരത്തോടൊപ്പം നമസ്കരിച്ചു. ജനങ്ങൾ ഹദരത്ത് അബൂബക്കറിന്റെ നമസ്കാരത്തോടൊപ്പവും നമസ്കരിക്കുകയുണ്ടായി. സഹീഹ് ബുഖാരിയിൽ ഈ നിവേദനം കൂടിയുണ്ട്. മറ്റൊരു നിവേദനം ഇങ്ങനെയാണ്. ഹദരത്ത് ഇബ്നു മാലിക് അൻസാരിയിൽ നിന്നുള്ള നിവേദനം, ഹദരത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗാവസ്ഥയിൽ, ഈ അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ജനങ്ങൾക്ക് ഇമാമത്ത് വഹിക്കുമായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ദിവസമെത്തി. അദ്ദേഹം നമസ്കാരത്തിൽ സഫുകളിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടാരത്തിന്റെ തിരശ്ശീല ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കുകയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് നിന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തിരുനബിയുടെ പരിശുദ്ധ മുഖം വിശുദ്ധ ഖുർആന്റെ താളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ച് പുഞ്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കിയത് കൊണ്ട് ഞങ്ങൾ സന്തോഷത്താൽ പരീക്ഷിക്കപ്പെടുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. ഇത്രയും ആയപ്പോഴേക്കും ഹദരത്ത് അബൂബക്കർ തന്റെ കുതികാളികളിന്മേൽ പിന്നിലേക്ക് മാറി സഫിലേക്ക് നിൽക്കുന്നതിന് വേണ്ടി. അദ്ദേഹം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് വരുന്നു എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചുകൊണ്ട് നമസ്കാരം പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുകയും തിരശ്ശീല താഴ്ത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം തന്നെ വഫാത്താവുകയും ഉണ്ടായി. ഹദരത്ത് മുസ്ലിം മൗദ് ആദ്യത്തെ നിവേദനം അനുസരിച്ച് ഒരു സ്ഥലത്ത് വിവരിക്കുന്നു. ഹദരത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായപ്പോൾ ശക്തമായ ക്ഷീണം കാരണം നമസ്കരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂബക്കറിനോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഹദരത്ത് അബൂബക്കർ നമസ്കരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് രോഗശമനം അനുഭവപ്പെടുകയും നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു. ഹദരത്ത് ആയിഷ പറയുന്നു, ഹദരത്ത് അബൂബക്കറിനോട് നമസ്കരിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചതിന് ശേഷം നമസ്കാരം തുടങ്ങിയപ്പോൾ തിരുമേനിക്ക് രോഗത്തിൽ അല്പം ശമനം അനുഭവപ്പെടുകയുണ്ടായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ താങ്ങുന്നുണ്ടായിരുന്നു. പറയുന്നു, എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഇപ്പോഴും ആ ദൃശ്യങ്ങളുണ്ട്. ശക്തമായ വേദന കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാദങ്ങൾ നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ അബൂബക്കർ പിന്നിലേക്ക് മാറാൻ ആഗ്രഹിച്ചു. ആ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂബക്കറിനോട് തന്റെ സ്ഥലത്ത് തന്നെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടം വരെ എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ അരികിലിരുന്നു. അതിനുശേഷം തിരുനബി നമസ്കാരം ആരംഭിച്ചു. ഹദരത്ത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അനുസരിച്ച് നമസ്കാരം തുടങ്ങുകയും മറ്റുള്ള ആളുകൾ ഹദരത്ത് അബൂബക്കറിന്റെ നമസ്കാരത്തെ പിന്തുടരുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് ഉർവ ബിൻ സുബൈർ തിരുനബിയുടെ പരിശുദ്ധ പത്നി ഹദരത്ത് ആയിഷയിൽ നിന്ന് ഇങ്ങനെ നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹദരത്ത് അബൂബക്കർ ആ സമയത്ത് കൻആയിലായിരുന്നു. അതായത് കൻആ നാട്ടിന് പുറത്തുള്ള ഒരു ഗ്രാമമാണ്. വാർത്ത അറിഞ്ഞപ്പോൾ ഹദരത്ത് ഉമർ എഴുന്നേൽക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് വിവരം അറിഞ്ഞപ്പോൾ ഹദരത്ത് അബൂബക്കർ അവിടെ ഇല്ലായിരുന്നു. ഹദരത്ത് ഉമർ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വിളംബരപ്പെടുത്തി, അള്ളാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. ഹദരത്ത് ആയിഷ പറയുന്നു, ഹദരത്ത് ഉമർ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അള്ളാഹുവാണേ, എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നതും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീർച്ചയായും ഉയർത്തുമെന്ന് തന്നെയാണ്. അങ്ങനെ ചില ആളുകളുടെ കൈകാലുകൾ മുറിക്കാൻ ഇടവരുന്നതാണ്. ഇത്രയും ആയപ്പോഴേക്കും ഹദരത്ത് അബൂബക്കർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉമ്മ വെച്ചു.
എന്നിട്ട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമായിരിക്കട്ടെ. അങ്ങ് ജീവിതത്തിലും മരണവേളയിലും ഏറെ പരിശുദ്ധനാകുന്നു. ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. അള്ളാഹു അങ്ങയെ 2 മരണങ്ങൾ രുചിപ്പിക്കുന്നതല്ല. ഇത്രയും പറഞ്ഞ് ഹദ്റത്ത് അബൂബക്കർ പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അലിയാവ് ശബ്ദം ചെയ്യുന്ന മനുഷ്യ, അല്പം ക്ഷമിക്കുക. അതായത് ഹദ്റത്ത് ഉമറിനോട് പറഞ്ഞു, ക്ഷമിക്കൂ. ഹദ്റത്ത് അബൂബക്കർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് ഉമർ ഇരുന്നു. ഹദ്റത്ത് അബൂബക്കർ അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, അലാമൻ കാന യഅ്ബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. നോക്കുക, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നുവെങ്കിൽ കേട്ടുകൊള്ളുവിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മരിച്ചുപോയിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അയാൾ ഓർക്കുക, അള്ളാഹു ജീവനുള്ളവരാകുന്നു, ഒരിക്കലും മരിക്കുന്നതല്ല. ഹദ്റത്ത് അബൂബക്കർ ഈ ആയത്ത് ഓതുകയുണ്ടായി, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. നിങ്ങളും മരിക്കേണ്ടവരാണ്, അവരും മരിക്കേണ്ടവരാണ്. പിന്നെ അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫഇൻ മാത ഔ ഖുതില ഖലതും അലാ ആഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫഇൻ യദുറുല്ലാഹ ശൈഅൻ വസയജില്ലാഹു ശാകിരീൻ. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിരിക്കുന്നു. എന്നിരിക്കെ അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുതികാലുകളിൽ മേൽ പിന്തിരിഞ്ഞു കളയുമോ? ആരെങ്കിലും തങ്ങളുടെ കുതികാലുകളിൽ മേൽ പിന്തിരിഞ്ഞു കളയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന് ഒരു നഷ്ടവും വരുത്തുന്നില്ല. അള്ളാഹു ഉടൻ തന്നെ നന്ദി പ്രകടിപ്പിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. നിവേദകൻ പറയുന്നു, ഇത് കേട്ടപ്പോൾ ജനങ്ങൾ എത്രമാത്രം കരഞ്ഞു എന്നാൽ അവർ തേങ്ങി തേങ്ങി കരയുകയായിരുന്നു. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, അള്ളാഹുവാണേ, ഹദ്റത്ത് അബൂബക്കർ ഓതിയ ആയത്ത് ആ സമയം വരെയും അള്ളാഹു ഇറക്കിയത് തന്നെയാണോ എന്ന് ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അതായത് ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നാണ് ഈ ആയത്ത് പഠിക്കുന്നത്. പിന്നെ ജനങ്ങളിൽ ആരെ കാണുമ്പോഴും അവർ ഈ ആയത്ത് ഓതുകയായിരുന്നു. നിവേദകൻ പറയുന്നു, സയ്യിദ് ഇബ്നു മുസയ്യിബ് എന്നോട് പറഞ്ഞു, ഹദ്റത്ത് ഉമർ പറയുന്നു, അള്ളാഹുവാണേ, ഹദ്റത്ത് അബൂബക്കർ ഈ ആയത്ത് ഓതുന്നത് കേട്ടപ്പോൾ ഞാൻ എത്രമാത്രം പരിഭ്രമിച്ചു എന്നാൽ അസ്വസ്ഥത കാരണം എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിലത്ത് വീണുപോയി. ഹദ്റത്ത് അബൂബക്കർ ഈ ആയത്ത് കേൾപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ഞാൻ തിരിച്ചറിയുകയുണ്ടായി. ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഉമറിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഹദ്റത്ത് ഉമർ ഇങ്ങനെ പറയുകയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. അള്ളാഹു മുനാഫിക്കീങ്ങളെ കൊന്നൊടുക്കുന്നതുവരെ വഫാത്താകുന്നതുമല്ല. ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നു, അവർ, അതായത് സഹാബാക്കൾ, ഇത് കേട്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു, തങ്ങളുടെ തല ഉയർത്തുകയായിരുന്നു. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അല്ലയോ മനുഷ്യ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ഹദ്റത്ത് ഉമറിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അള്ളാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. നിങ്ങളും മരിക്കുന്നതാണ്, അവരും മരിക്കേണ്ടതാണ്. കൂടാതെ ഇതും കൂടിയുണ്ട്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. നാം നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും ചിരഞ്ജീവിത്വം നൽകിയിട്ടില്ല. ഹദ്റത്ത് അബൂബക്കർ മിമ്പറിലേക്ക് വന്ന് പ്രഭാഷണം നടത്തി. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അബൂ അബ്ദുല്ല ഖുർത്തുബി വിവരിക്കുന്നു, ഇതിൽ ഹദ്റത്ത് അബൂബക്കറിന്റെ ധൈര്യത്തിനും വലിയ തെളിവ് ലഭിക്കുന്നുണ്ട്. കാരണം ധൈര്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് പ്രയാസങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ധൈര്യം കാണിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനേക്കാളും വലിയൊരു പ്രയാസവും ആ സമയത്ത് മുസ്ലിങ്ങൾക്കില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ധൈര്യവും അറിവും വെളിപ്പെടുകയുണ്ടായി. ധൈര്യം വെളിപ്പെട്ടത് പ്രയാസത്തെ സഹിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തിന് നൽകിയ വിശദീകരണത്തിലൂടെ അദ്ദേഹത്തിന്റെ അറിവും വെളിപ്പെടുമാറായി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹദീസുകളിലും ചരിത്ര പുസ്തകങ്ങളിലും ഈ നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ
സഹാബാക്കൾ എത്രമാത്രം പരിഭ്രമിച്ചു എന്നാൽ ചിലർക്കൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല, ചിലർക്ക് ചലിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, മറ്റു ചിലർക്ക് തങ്ങളുടെ ബുദ്ധിയും ബോധവും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയും ചിലർക്ക് ഈ സങ്കടം എത്രമാത്രം പ്രഭാവം ചെലുത്തിയെന്നാൽ അവർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതിൽ അലിഞ്ഞലിഞ്ഞ് മരണപ്പെട്ടു പോയി. ഹദരത്ത് ഉമറിൽ ഈ വേദന ചെലുത്തിയ പ്രഭാവം എന്തായിരുന്നു? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ വാർത്ത അംഗീകരിക്കാൻ തയ്യാറായില്ല. ഊരിപ്പിടിച്ച വാളുമായി നിന്ന് പറഞ്ഞു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ വധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി ഇസ്ലാമിനെ പോലെ വിളിക്കപ്പെട്ടതാണ്. 40 ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലത്തിന് ശേഷം തിരിച്ചു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ ആരോപണം മുതിർക്കുന്നവരെയും കപടവിശ്വാസികളെയും അദ്ദേഹം വകവരുത്തുന്നതാണ്, അവരെ കുരിശിലേറ്റുന്നതാണ്. അദ്ദേഹം ആവേശത്തോടുകൂടി തന്റെ വാദത്തിൽ എത്രമാത്രം ക്ഷണിച്ചിരുന്നുവെന്നാൽ സഹാബാക്കളിൽ ആർക്കും തന്നെ അദ്ദേഹം പറയുന്നത് നിരാകരിക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല. ഹദരത്ത് ഉമറിന്റെ ആവേശം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പലരും ഉറച്ചു വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രഭാവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അല്ലെങ്കിൽ മുഖം താഴ്ത്തിയിരുന്നവർ സന്തോഷത്തോടെ മുഖമുയർത്തി. ഈ അവസ്ഥകൾ കണ്ടപ്പോൾ ദീർഘദർശികളായ ചില സഹാബാക്കൾ ഒരു സഹാബിയെ ഹദരത്ത് അബൂബക്കറിന്റെ അടുക്കിലേക്ക് ഓടിച്ചുവിട്ടു. അദ്ദേഹം ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം കുറച്ച് നന്നായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അനുവാദം വാങ്ങി മദീനയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയതായിരുന്നു. അദ്ദേഹത്തെ വേഗം തിരിച്ചു വിളിക്കാനാണ് ആളെ വിട്ടത്. അവർ പുറപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഹദരത്ത് അബൂബക്കറിനെ കണ്ടുമുട്ടി. അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. അതായത് ഈ വിവരം കൊടുക്കാൻ വേണ്ടി പോയ സഹാബാക്കളുടെ കണ്ണുകളിൽ നിന്ന് അവർക്ക് തങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാര്യമെന്ന് അബൂബക്കറിന് മനസ്സിലായി. അദ്ദേഹം സഹാബാക്കളോട് ചോദിച്ചു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അവർ മറുപടിയായി പറഞ്ഞു, ഹദരത്ത് ഉമർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വാളുകൊണ്ട് അവരുടെ തല കൊയ്യുമെന്ന്. തുടർന്ന് ഹദരത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ശരീരത്തിൽ ഉമ്മ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുണ്ടായിരുന്ന തുണി മാറ്റി നോക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ഉറപ്പിക്കുകയുണ്ടായി. തന്റെ ഈ സുഹൃത്തിന്റെ വേർപാടിൽ സങ്കടം കാരണം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അശ്രു ഒഴുകാൻ തുടങ്ങി. കുനിഞ്ഞു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിത്തലത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അള്ളാഹു അങ്ങേക്ക് 2 മരണങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതല്ല. നിന്റെ മരണം കാരണം തീർച്ചയായും ലോകത്തുണ്ടായ നഷ്ടം മറ്റൊരു നബിയുടെയും മരണം കൊണ്ടുണ്ടായിട്ടില്ല. നിന്റെ അസ്തിത്വം എല്ലാത്തിനും മേലാകുന്നു. ഒരു ശോക പ്രകടനം കൊണ്ടും നിന്റെ വേർപാടിന്റെ വേദന മാറ്റാൻ കഴിയാത്തത്ര ഉന്നതമാകുന്നു നിന്റെ മഹത്വം. നിന്റെ മരണത്തെ തീർക്കാൻ ഞങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് നിന്റെ മരണത്തെ തടുക്കുമായിരുന്നു. ഇത് പറഞ്ഞ് ആ തുണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലേക്ക് തന്നെ വിരിച്ചിട്ടു. പിന്നെ സഹാബാക്കൾ കൂട്ടം കൂടിയിരുന്ന സ്ഥലത്തേക്ക് വന്നു. അവരാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അദ്ദേഹം ഹദരത്ത് ഉമറിനോട് പറഞ്ഞു, അല്പം മൗനം അവലംബിക്കൂ. പക്ഷെ അദ്ദേഹം അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ വർത്തമാനം തുടരുകയായിരുന്നു. അപ്പോൾ ഹദരത്ത് അബൂബക്കർ ഒരിടത്തേക്ക് മാറി ജനങ്ങളോട് പറഞ്ഞു തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തവത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. സഹാബാക്കൾ ഹദരത്ത് ഉമറിനെ ഒഴിവാക്കി അദ്ദേഹത്തിന് ചുറ്റും കൂടി. ഒടുവിൽ ഹദരത്ത് ഉമറിനും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കേണ്ടതായി വന്നു. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ഇതേക്കുറിച്ച് നേരത്തെയും വിശദീകരിച്ചതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫഇൻ മാത ഔ ഖുതില ഖലതും അലാ ആഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫഇൻ യദുറുല്ലാഹ ശൈഅ വസയജിസില്ലാഹു ശാകിരീൻ. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മാത്രമാകുന്നു. തിന്നബിക്ക് മുമ്പേ വന്ന പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. എന്നിരിക്കെ അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുതികാലുകളിന്മേൽ പിന്തിരിഞ്ഞു കളയുമോ? തീർച്ചയായും നീ മരണപ്പെടുന്നതാണ്, അവരും മരണപ്പെടുക തന്നെ ചെയ്യും. ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ കേട്ടുകൊള്ളുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാകുന്നു.
അവൻ മരണപ്പെടുന്നതല്ല. ഹദ്റത്ത് അബൂബക്കർ മേലുയർച്ച 2 ആയത്തുകളും ഓതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തപ്പോൾ സഹാബാക്കൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും അവർ അനിയന്ത്രിതമായി കരയാനും തുടങ്ങി. ഹദ്റത്ത് ഉമർ പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സ്ഥാപിച്ചപ്പോൾ ആ 2 ആയത്തുകളും അന്നേ ദിവസമാണ് ഇറങ്ങിയത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്റെ കാൽമുട്ടുകൾക്ക് എന്നെ പിടിച്ചു നിർത്താൻ കഴിവുണ്ടായിരുന്നില്ല. എന്റെ കാലുകൾ തളർന്നു. ഞാൻ അനിയന്ത്രിതമായ ശക്തമായ സങ്കടം കാരണം നിലത്തേക്ക് വീണു. മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഈ ആദ്യത്തെ ഇജ്മാ അഥവാ ഏകോപിച്ച അഭിപ്രായത്തെ സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിരിക്കുന്നു. അതിൽ ഈസാ നബിയും ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ മുസ്ലിങ്ങൾ പരിഭ്രമിച്ചു. ഈ വേദന അവർക്ക് അസഹനീയമായിരുന്നു. അപ്പോൾ ഹദ്റത്ത് ഉമർ ഈ പരിഭ്രമാവസ്ഥയിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തല കൊയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, മറിച്ച് ഹദ്റത്ത് മൂസയെ പോലെ അള്ളാഹുവിനെ കാണാൻ പോയതാണ്. ഇനി തിരിച്ചു വരികയും മുനാഫിക്കുകളെ ഇല്ലാതാക്കുകയും പിന്നീട് വഫാത്താകുകയും ചെയ്യുന്നതാണ്. അതായത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ മുനാഫിക്കങ്ങൾ ഇല്ലാതാകുന്നതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെയും മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്നാണ്. ഹദ്റത്ത് അബൂബക്കർ ആ സമയത്ത് മദീനയ്ക്ക് പുറത്ത് ഒരു ഗ്രാമത്തിൽ പോയതായിരുന്നു. തിരിച്ചു വന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ശരീരം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 2 മരണങ്ങൾ നൽകുന്നതല്ല. ഒന്ന് ശാരീരികമായ മരണം, രണ്ടാമത്തേത് ആത്മീയമായ മരണമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടു കൂടി മുസ്ലിങ്ങൾ വഴിപിഴയ്ക്കുക. പിന്നെ അദ്ദേഹം നേരെ സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിരുന്നിടത്തേക്ക് പോയി ജനങ്ങളോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഹദ്റത്ത് ഉമർ ഊരിയ വാളുമായി നിൽക്കുകയാണ്. ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വധിക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കർ എഴുന്നേറ്റ് ജനങ്ങളോട് അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് അലാ മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അറിയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അയാൾ സന്തോഷിച്ചു കൊള്ളട്ടെ, അള്ളാഹു ജീവിച്ചിരിക്കുന്നു, അവനൊരിക്കലും മരണപ്പെടുന്നതല്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇമ്മാ തൗഖുതിലൻഖലതും അലാ ആഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫയദുറല്ലാഹ ഷൈഅൻ ഫസയജിസില്ലാഹു ശാകിരീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടിരിക്കുന്നു. എന്നിരിക്കെ അദ്ദേഹം ഇങ്ങനെ മരണപ്പെടാതിരിക്കാനാണ്? അദ്ദേഹം മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുതികാലുകളിന്മേൽ പിന്തിരിഞ്ഞു കളയുമോ? ഇസ്ലാം ഉപേക്ഷിക്കുമോ? ഹദ്റത്ത് ഉമർ പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതിയപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു. ഈ ആയത്ത് അപ്പോൾ അവതരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് എനിക്ക് ബോധ്യമായി. എന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ നിലത്ത് വീണുപോയി. ഇത് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, സഹാബാക്കളുടെ ഒരേ ഒരു ഇജ്മാ ഇത് മാത്രമാണ്. ആ സമയത്ത് എല്ലാ സഹാബാക്കളും സന്നിഹിതരായിരുന്നു. അത്തരമൊരു സമയം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുസ്ലിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുമില്ല. ആ ഒത്തുകൂടിയ സന്ദർഭത്തിൽ ഹദ്റത്ത് അബൂബക്കർ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട്, അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് മുമ്പ് വന്ന അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം മരണപ്പെടുന്നതിൽ ആശ്ചര്യത്തിന് വകയില്ല, എല്ലാ സഹാബാക്കളും അദ്ദേഹത്തോടൊപ്പം ഐക്യപ്പെടുകയാണ് ചെയ്തത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും
ഇതേ കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു. അതായത് ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉമ്മത്തിന് മേലുള്ള വലിയ ഒരു ഔദാര്യം അതിന് നന്ദി പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അദ്ദേഹം എല്ലാ സഹാബാക്കളെയും മസ്ജിദ് നബവിയിൽ ഒരുമിച്ച് കൂട്ടി. ഈ ആയത്ത്, അതായത് മുൻകാല പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കേൾപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സമുദായം നാശമടഞ്ഞേനെ. കാരണം അത്തരമൊരവസ്ഥയിൽ ഇക്കാലഘട്ടത്തിലെ കുഴപ്പക്കാരായ പണ്ഡിതന്മാർ ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു എന്നും സഹാബാക്കൾക്കും അതേ അഭിപ്രായമാണെന്നും പറയുമായിരുന്നു. എന്നാൽ സിദ്ദീഖുൽ അക്ബർ മേൽ ഉദ്ധൃതായത്ത് സമർപ്പിച്ചതിൽ നിന്ന് എല്ലാ സഹാബാക്കളുടെയും ഏകോപിച്ച അഭിപ്രായം എല്ലാ പ്രവാചകന്മാരും മരിച്ചുപോയി എന്നായി. മറിച്ച് ഈ ഇജ്മാഇനെ സംബന്ധിച്ച കവിതകളും ഉണ്ടാക്കി. അള്ളാഹു അബൂബക്കറിന്റെ ആത്മാവിന് മേൽ 1000 അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. അദ്ദേഹം എല്ലാ ആത്മാക്കളെയും നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഈ ഇജ്മായിൽ എല്ലാ സഹാബാക്കളും ഭാഗവാക്കായിരുന്നു. ഒരാൾ പോലും അതിൽ നിന്ന് വേറെ ഇട്ടു നിന്നില്ല. ഇത് സഹാബാക്കളുടെ ആദ്യത്തെ ഇജ്മായിരുന്നു. വളരെ കൃതജ്ഞതാർഹമായ നടപടിയായിരുന്നു അത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മസീഹ് മൗഊദും തമ്മിൽ ഒരു സാദൃശ്യമുണ്ട്. അതെന്തെന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം വിശുദ്ധ ഖുർആനിൽ രണ്ടുപേരെ സംബന്ധിച്ചും ഇങ്ങനെ വന്നിരിക്കുന്നു. ഒരു ഭയാനകമായ അവസ്ഥ ഇസ്ലാമിന് മേൽ വരികയും മതപരിത്യാഗത്തിന്റെ ശൃംഖല ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അവർ വെളിപ്പെടുന്നതാണ്. ആകയാൽ ഹദരത്ത് അബൂബക്കറിന്റെയും മസീഹ് മൗഊദിന്റെയും കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. അതായത് ഹദരത്ത് അബൂബക്കറിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നൂറുകണക്കിന് ജാഹിലീങ്ങളായ അറബികൾ മുർത്തദായി. കേവലം 2 പള്ളികളിൽ മാത്രമായിരുന്നു നമസ്കാരം ഉണ്ടായിരുന്നത്. ഹദരത്ത് അബൂബക്കർ വീണ്ടും അവർ ഇസ്ലാമിൽ നിലനിർത്തി. അതേപോലെ തന്നെ മസീഹ് മൗഊദിന്റെ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി, ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. ഈ 2 അവസ്ഥകളും വിശുദ്ധ ഖുർആനിൽ പ്രവചനം എന്ന നിലയ്ക്ക് പരാമർശിച്ചിട്ടുണ്ട്. ഹദരത്ത് അബൂബക്കറിന്റെ ഖിലാഫത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. സഹാബാക്കൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെന്ന് അറിവ് കിട്ടിയപ്പോൾ അൻസാറുകൾ സഖീഫ ബനു സഅദിയിൽ ഒരുമിച്ച് കൂടി. ഈ ഒരുമിച്ച് കൂടലിൽ ഖിലാഫത്തിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. അൻസാറുകൾ ഖസ്റജ് ഗോത്ര നേതാവ് സഅദ് ബിനു ഉബാദയുടെ ചുറ്റും സമ്മേളിക്കുകയുണ്ടായി. ഹദരത്ത് സഅദ് ബിനു ഉബാദ ദിവസങ്ങൾ രോഗിയായിരുന്നു. അദ്ദേഹം അൻസാറുകളുടെ ത്യാഗങ്ങളെയും ഇസ്ലാമിക സേവനങ്ങളെയും വിശദമായി പരാമർശിച്ചുകൊണ്ട് അവരാണ് ഖിലാഫത്തിന്റെ അവകാശികൾ എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അൻസാറുകൾ ഹദരത്ത് സഅദ് ബിനു ഉബാദയെ തന്നെ ഖിലാഫത്തിന് അനുയോജ്യനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അൻസാറുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള ഒരാൾ, മുഹാജിരിങ്ങൾ ഇദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരാൾ അഭിപ്രായപ്പെട്ടത് ഒരാൾ അൻസാറിൽ നിന്നും ഒരാൾ മുഹാജിരിങ്ങളിൽ നിന്നും ഖലീഫയാകട്ടെ എന്നായിരുന്നു. എന്നാൽ ഹദരത്ത് സഅദ് ബിനു ഉബാദ ഹദരത്ത് ബനു ഔസിന്റെ ദൗർബല്യമാണ് അത് എന്ന് പറയുകയുണ്ടായി. അൻസാറുകൾ സഖീഫ ബനു സഅദിൽ ഖിലാഫത്ത് സംബന്ധിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹദരത്ത് ഉമർ ബിൻ ഖത്താബ്, ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് തുടങ്ങിയ മറ്റ് ഉന്നതരായ സഹാബാക്കൾ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യോഗത്തിൽ വലിയ ദുഃഖത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖും ഹദരത്ത് അലിയും മറ്റ് അഹ്ലെ ബൈത്തുകാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കുന്നതിനും മറ്റുമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. ആർക്കും ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ചിന്തയില്ലായിരുന്നു. അൻസാർ ഈ വിഷയത്തിൽ ആലോചിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടി. അൻസാറുകളിൽ ഒരാളെ അമീറായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയില്ലായിരുന്നു. തബക്കാത്തുൽ കുബ്രയിൽ എഴുതിയിരിക്കുന്നു, ഹദരത്ത് ഉമർ ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, കൈനീട്ടിയാലും ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹദരത്താൽ താങ്കളെ ഉമ്മത്തിന്റെ അമീൻ എന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഹദരത്ത് അബൂ ഉബൈദ ഹദരത്ത് ഉമറിനോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതു മുതൽ ഇതിനു മുമ്പൊരിക്കലും ഇങ്ങനെ താങ്കൾ വിഡിത്തം പറയുന്നതായി കണ്ടിട്ടില്ല. താങ്കൾ എനിക്കാണ് ബൈഅത്ത് ചെയ്യുന്നത്. നിങ്ങൾക്കിടയിൽ സിദ്ദീഖ് സാനിയുസ്നൈൻ, അതായത് ഹദരത്ത് അബൂബക്കർ സന്നിഹിതനാണ്. ഈ സംഭാഷണത്തിനിടയിൽ അൻസാറുകൾ ഒരുമിച്ച് കൂടിയതായി അവർക്ക് അറിവ് ലഭിച്ചു. അപ്പോൾ ഹദരത്ത് ഉമർ
ഹസരത്ത് അബൂബക്കറിന് അകത്തേക്ക് സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പ്രധാന കാര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയുണ്ടായി. ഹസരത്ത് അബൂബക്കർ കുളിപ്പിക്കുന്നതിന്റെയും മറ്റും തിരക്ക് പറഞ്ഞ് പുറത്തേക്ക് വരാൻ വിസമ്മതം അറിയിച്ചു. ഹസരത്ത് ഉമർ വീണ്ടും സന്ദേശം അയച്ചു. ഒരു ശത്രു ശ്രദ്ധ പതിയേണ്ട കാര്യമുണ്ടായിരിക്കുന്നു, അതിൽ താങ്കളുടെ സാന്നിധ്യം അനിവാര്യമാണ്. അപ്പോൾ ഹസരത്ത് അബൂബക്കർ പുറത്തേക്ക് വന്ന് ഉമറിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുളിപ്പിക്കുന്നതിനേക്കാൾ വലിയ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഹദരത്ത് ഉമർ പറഞ്ഞു, അൻസാർ സഖീഫ ബനു സാദിയിൽ ഒരുമിച്ചുകൂടി ഹദരത്ത് സാദ് ബിൻ ഉബാദയെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് താങ്കൾക്കറിയാമോ? അവരിലൊരാൾ പറയുന്നു, ഒരമീർ നമ്മളിൽ നിന്നും ഒരമീർ ഖുറൈശികളിൽ നിന്നും ആയിക്കൊള്ളട്ടെ എന്ന്. ഇത് കേട്ടതും ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് ഹദരത്ത് ഉമറിനോടും ഹദരത്ത് അബൂ ഉബൈദയോടുമൊപ്പം സഖീഫ ബനു സാദിയിലെത്തി. അപ്പോൾ അവിടെ ചർച്ച നടക്കുകയായിരുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖും ഹദരത്ത് ഉമറും ഹദരത്ത് അബൂ ഉബൈദയും അവരുടെ ഇടയിൽ പോയിരുന്നു. ഒരു നിവേദനത്തിൽ വരുന്നു, ഹദരത്ത് ഉമർ പറയുന്നു, ഞങ്ങൾ അൻസാറുകളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവിടെ അടുക്കലെത്താറായപ്പോൾ അവീം ബിൻ സാദ, അമ്മാൻ ബിൻ അദിയെ എന്നീ രണ്ട് സാലിഹ്യങ്ങളായ ആളുകളെ കണ്ടുമുട്ടി. അവർ രണ്ടുപേരും അൻസാറുകളുടെ പദ്ധതിയെക്കുറിച്ച് അവർക്ക് അറിയിപ്പ് നൽകിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അൻസാർ സഹോദരങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, അവരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ കാര്യം തീരുമാനിക്കുകയാണ് നല്ലത്. പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവാണെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുക തന്നെ ചെയ്യും. അങ്ങനെ അവർ പോവുകയും ചെയ്തു. ഹദരത്ത് ഉമർ വിവരിക്കുന്നു, ഞങ്ങൾ അൻസാറുകളുടെ അടുക്കലെത്തി. അവിടെ അൻസാറുകൾക്ക് മുന്നിൽ വിവരിക്കുന്നതിന് വേണ്ടി ഞാനൊരു വിഷയം മനസ്സിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുക്കലെത്തി സംസാരിക്കുന്നതിന് മുന്നോട്ട് വന്നപ്പോൾ ഹദരത്ത് അബൂബക്കർ എന്നോട് പറഞ്ഞു, നിൽക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ, അതിനുശേഷം താങ്കൾ ആഗ്രഹിക്കുന്ന എന്തും പറഞ്ഞുകൊള്ളുക. പിന്നെ ഹദരത്ത് അബൂബക്കർ സംസാരിച്ചു തുടങ്ങി. ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നതും ഹദരത്ത് അബൂബക്കർ വിവരിക്കുകയുണ്ടായി. മറിച്ച് അതിനേക്കാളും കൂടുതൽ അദ്ദേഹം പറഞ്ഞു. ഹദരത്ത് അബൂബക്കർ ചെയ്ത പ്രഭാഷണത്തിന് സംക്ഷിപ്തം ഇങ്ങനെയാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ദുറഹ്മാൻ നിവേദനം ചെയ്യുന്നു, ഹദരത്ത് അബൂബക്കർ പ്രഭാഷണം ആരംഭിച്ചു. അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രവാചകനായും തന്റെ ജനതയുടെ മേൽനോട്ടക്കാരനായും അയച്ചിരിക്കുന്നു. അങ്ങനെ അവർ അള്ളാഹുവിനെ ആരാധിക്കാനും അവന്റെ തൗഹീദ് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി. വാസ്തവത്തിൽ ഇതിനു മുമ്പ് അവർ അള്ളാഹുവിന് പുറമെ വ്യത്യസ്ത ആരാധ്യന്മാരെ ആരാധിക്കുന്നവരായിരുന്നു. പറയുന്നു, ഈ ആരാധ്യർ അള്ളാഹുവിന്റെ സവിധത്തിൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നും പ്രയോജനം നൽകുമെന്നും അവർ കരുതിയിരുന്നു. വാസ്തവത്തിൽ അവ കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയവയോ മരം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയായിരുന്നു. തുടർന്ന് ഹദരത്ത് അബൂബക്കർ ഈ ആയത്ത് പാരായണം ചെയ്തു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യസുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്ക് ഒരു നഷ്ടവും വരുത്തുന്നതല്ല, പ്രയോജനവും നൽകുന്നതല്ല. അവർ പറയുന്നു, ഇവർ അള്ളാഹുവിന്റെ സവിധത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. മാനഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നതിന് കാരണം അവർ ഞങ്ങൾ അള്ളാഹുവിന്റെ സമീപത്തേക്ക് എത്തിച്ചുകൊണ്ട് സാമീപ്യത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിക്കുമെന്നതുകൊണ്ടാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ദീൻ ഉപേക്ഷിക്കുന്നവർക്ക് പ്രയാസകരമായി അനുഭവപ്പെട്ടു. ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അറബികൾക്ക് തങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ദീൻ ത്യജിക്കുന്നതിൽ അറബികൾക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമൂഹത്തിൽ നിന്ന് ആദ്യകാല മുഹാജിരീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വന്തം ജനത ഉപദ്രവിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന സമയത്ത് കൂടെ നിൽക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, വാസ്തവത്തിൽ എല്ലാ ജനങ്ങളും തിരുനബിക്കെതിരായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്നു. എന്നാൽ തങ്ങൾ വളരെ കുറഞ്ഞ പേരായിരുന്നിട്ടും എല്ലാവരും ദ്രോഹിക്കുകയും സ്വന്തം ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഭയപ്പെട്ടില്ല. അവർ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും
അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കുന്നവരിൽ പ്രഥമന്മാരുമായിരുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തുക്കളും കുടുംബക്കാരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ജനങ്ങളിൽ ഈ സ്ഥാനത്തിന് ഏറ്റവും അർഹരുമായിരുന്നു. ഈ കാര്യത്തിൽ ദ്രോഹികളല്ലാതെ മറ്റാരും തന്നെ അവരുമായി വഴക്കു കൂടുന്നതല്ല. അല്ലയോ അൻസാർ, നിങ്ങൾക്ക് ദീനിലുള്ള ശ്രേഷ്ഠതയെയും ഇസ്ലാമിൽ മുൻകടന്നതിനെയും സംബന്ധിച്ച് നിഷേധിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ദീനിനെയും അവന്റെ റസൂലിന്റെയും സഹായികളായതുകൊണ്ട് അള്ളാഹു നിങ്ങളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പാരായണം നിങ്ങളിലേക്കാണ് ആക്കിയത്. തിരുനബിയുടെ ഭൂരിഭാഗം സഹധർമ്മിണികളും സഹചരരും നിങ്ങൾക്കിടയിലാണ് വസിക്കുന്നത്. ആദ്യകാല മുഹാജിരിങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങളുടെ സ്ഥാനത്ത് ആരും തന്നെയില്ല. അമീർ ഞങ്ങളിൽ നിന്നായിരിക്കും, നിങ്ങൾ സഹായികളായിരിക്കും. എല്ലാ പ്രധാന കാര്യങ്ങളും നിങ്ങളുമായി കൂടിയാലോചിക്കുന്നതാണ്. നിങ്ങളെ കൂടാതെ സുപ്രധാനമായ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കുന്നതല്ല. ഹദരത്ത് അബൂബക്കർ സഖീഫ ഇബ്നു സഅദിൽ ചെയ്ത പ്രസംഗത്തെ സംബന്ധിച്ച് സീറത്ത് ഹൽബിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മാബാദ്, ഖിലാഫത്തെ സംബന്ധിച്ചിടത്തോളം അറബികൾ ഖുറൈശികളെ അല്ലാതെ മറ്റൊരു ഗോത്രത്തെയും സ്വീകരിക്കുന്നതല്ല. ഖുറൈശികൾ തങ്ങളുടെ കുലമഹിമയുടെ അടിസ്ഥാനത്തിലും തങ്ങളുടെ നാടിന്റെ കാര്യത്തിലും മക്കയിൽ ഏറ്റവും ശ്രേഷ്ഠരും ഉന്നതരുമാകുന്നു. ഞങ്ങൾ കുടുംബപരമായ എല്ലാ അറബികളുമായും ബന്ധപ്പെട്ടവരാണ്. കാരണം ഖുറൈശികളുമായി ഏതെങ്കിലും വിധത്തിൽ കുടുംബബന്ധമില്ലാത്ത ഒരു ഗോത്രവുമില്ല. ഞങ്ങൾ മുഹാജിരിങ്ങൾ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഞങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരും കുടുംബക്കാരും രക്തബന്ധുക്കളും. ഞങ്ങൾ നുബുവത്തിന്റെ കുടുംബക്കാരും ഖിലാഫത്തിന്റെ അവകാശികളുമാകുന്നു. ഈ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തന്റെ മുസ്നദിൽ ഹദരത്ത് അബൂബക്കറിന്റെ കർമ്മങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വിവരണത്തിന് ശേഷം ഹദരത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ മുസ്ലിങ്ങളോട് പ്രഭാഷണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതായി പ്രഖ്യാപിച്ചു. നിവേദകൻ പറയുന്നു, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനും വഫാത്ത് വിളംബരപ്പെടുത്തിയതിനു ശേഷം ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും വളരെ വേഗത്തിൽ സഖീഫ ഇബ്നു സഅദിലേക്ക് പുറപ്പെട്ടു. അവരുടെ അടുത്തെത്തിയപ്പോൾ ഹദരത്ത് അബൂബക്കർ സംഭാഷണം ആരംഭിച്ചു. അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ അൻസാറുകളെ സംബന്ധിച്ചിറങ്ങിയത് ഒന്നും തന്നെ ഒഴിവാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം വിവരിച്ചു. പിന്നെ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ഒരു താഴ്വരയിലൂടെ സഞ്ചരിക്കുകയും അൻസാറുകൾ മറ്റൊരു താഴ്വരയിലൂടെയാണ് സഞ്ചരിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഞാൻ അൻസാറുകളുടെ താഴ്വരയിൽ സഞ്ചരിക്കുന്നതാണ്. പിന്നെ ഹദരത്ത് സാദിനെ സംബോധന ചെയ്തുകൊണ്ട് ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അല്ലയോ സാദ്, താങ്കൾ ഓർക്കുന്നുവോ, താങ്കൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുറൈശികളായിരിക്കും ഖിലാഫത്തിന്റെ അവകാശികൾ. ജനങ്ങളിൽ നന്മയുള്ളവർ ഖുറൈശികളിലെ നന്മയുള്ള ആളുകൾക്ക് കീഴിലായിരിക്കും. അധർമ്മികളായ ആളുകൾ ഖുറൈശിലെ അധർമ്മികളായ ആളുകൾക്ക് കീഴിലായിരിക്കും. അത് സാദ് പറഞ്ഞു, താങ്കൾ സത്യമാണ് പറഞ്ഞത്. ഞങ്ങൾ മന്ത്രിമാരും നിങ്ങൾ അമീർമാരുമാണ്. ഈ അനുസ്മരണം ഇനിയും തുടരുന്നതാണ്. നിലവിലെ ലോകത്തിന്റെ അവസ്ഥകൾ സംബന്ധിച്ച് ഞാൻ ദുആക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ഭയാനകമായ അവസ്ഥയാണ്. ഇത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കേവലം ഒരു രാജ്യമല്ല, മറിച്ച് ഇതിങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നിരവധി രാജ്യങ്ങൾ ഇതിൽ ഭാഗവാക്കാകുന്നതാണ്. അതിന്റെ ഭയാനകമായ പ്രതിഫലനം തലമുറകളോളം നിലനിൽക്കുന്നതാണ്. ഇവർ അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരാകുമാറാകട്ടെ. തങ്ങളുടെ ഭൗതികാഗ്രഹങ്ങളുടെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് മനുഷ്യകുലത്തിന്റെ ആത്മാക്കളുമായി കളിക്കാതിരിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാൻ കഴിയും, ചെയ്യുന്നുമുണ്ട്. മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, അതും ചെയ്യുന്നു. നീണ്ടകാലമായി നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും അഹമ്മദികൾ കൂടുതലായി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. യുദ്ധത്തിന്റെ അവസ്ഥയാണുള്ളത്. അത് ഭയാനകമാണ്. അതിന് വിനാശകരമായ അവസ്ഥയെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അത്രമാത്രം നാശങ്ങൾ സംഭവിച്ചേക്കാവുന്നതാണ്. അള്ളാഹു ഇതിൽ നിന്നെല്ലാം മനുഷ്യകുലത്തെ സംരക്ഷിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബും അനുഷ്ഠിക്കുന്നതാണ്. അത് മുറബി സിൽസില ഖുഷി മുഹമ്മദ് സാഹിബ് ഷാക്കിറിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വഫാത്തായി. 69 വയസ്സായിരുന്നു പ്രായം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു.
അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹദരത്ത് മസീമദ് ഇസ്ലാമിന്റെ സഹാബിയായിരുന്ന മൗലവി കരീം ബക്ഷ് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം പ്ലേഗിന്റെ അടയാളം കണ്ടുകൊണ്ടാണ് ബയ്യത്ത് ചെയ്തത്. അങ്ങനെ ഹദരത്ത് മൗലവി കരീം ബക്ഷ് സാഹിബിന്റെ ഭാര്യ ഫസൽ ബിവി സാഹിബിയുടെ സഹോദരൻ ഹദരത്ത് ഹാജി മുഹമ്മദ് അബ്ദുല്ല സാഹിബിനും ഹദരത്ത് മസീമോദ് അലി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഹദരത്ത് ഹാജി മുഹമ്മദ് അബ്ദുല്ല സാഹിബിന്റെ പേര് താരീഖ് അഹമ്മദിയത്തിന് 7-ാം വാള്യത്തിൽ ഹദരത്ത് മസീമോദ് ഇസ്ലാമിന്റെ സഹാബാക്കളുടെ പട്ടികയിൽ 23-ാം നമ്പറായി ചേർത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഖുഷി മുഹമ്മദ് ഷാക്കിർ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1969 മെട്രിക് പാസ്സായി. പിന്നെ ജീവിതം വഖഫ് ചെയ്തു. ജാമിയ അഹമ്മദിയിൽ പ്രവേശിച്ചു. 1977 ജാമിയയിൽ നിന്ന് ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. 1978 അറബി ഫാസിൽ പരീക്ഷ പാസ്സായി. പിന്നെ ജമാഅത്തി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. 1987 MA ഇസ്ലാമിയാത്ത് ഡിഗ്രി കരസ്ഥമാക്കി. ഗിനി കനീക്കരയിലും പാകിസ്ഥാനിലെ വിവിധ പട്ടണങ്ങളിലും മുബല്ലിഗായി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിലും ഡിപ്ലോമ കരസ്ഥമാക്കി. അതിന് ഇദ്ദേഹത്തിന് 6 ആൺമക്കൾ അല്ലാഹു നൽകി. ഒരു മകൻ നാസർ ഇസ്ലാം സാഹിബ് മൊറബി സിൽസിലയാണ്. ഇപ്പോൾ റബുവിൽ തന്നെയാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. പരേതിന് 77 മുതൽ 91 വരെ പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ സേവനത്തിലുള്ള തൗഫീക്ക് ലഭിച്ചു. 91 മുതൽ 2007 വരെ സിയറാലിയോണിലും കിനിക്കരയിലും സേവനത്തിലുള്ള സൗഭാഗ്യം കിട്ടി. അവിടെ നിന്ന് തിരിച്ചു വന്ന് 2008 വരെ അഞ്ചുമന്റെ വിവിധ ഓഫീസുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സേവനത്തിൽ തൗഫീക്ക് ലഭിച്ചു. അഡീഷണൽ നാദർ ഇസ്ലാം ഷാദ് മക്കാമിയായും ഉമൂറെ ആമ ഓഫീസിലും സേവനം ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലായിരുന്നപ്പോൾ അദ്ദേഹം മുഖേന നിരവധി സൽപ്രകൃതക്കാർക്ക് അഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. നിരവധി ജമാഅത്തുകൾ സ്ഥാപിതമായി. വളരെ നിസ്വാർത്ഥനും പരിശ്രമശാലിയുമായ മുബല്ലിഗായിരുന്നു. വിശ്വാസവർദ്ധനവിന് നിദാനമായ തബ്ലീഗ് രംഗത്തെ നിരവധി സംഭവങ്ങൾ ആളുകൾ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു എങ്ങനെയാണ് അദ്ദേഹത്തെ സഹായിച്ചതെന്നതിൽ പറയുന്നു. അദ്ദേഹത്തിന് 1986 ജൂലൈയിൽ കലിമത്ത് തയ്യിബ കേസിൽ അസീറിൽ അഹമോല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൽത്തുറുങ്കിലാകുന്നതിന് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, എൻ്റെ മുഴുവൻ ജീവിതവും അദ്ദേഹം ഇന്നേ വരെ നമസ്കാരമോ താജ് നമസ്കാരമോ ഒഴിവാക്കിയതായിട്ട് ഇല്ല എന്ന കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ്. ജമാഅത്തി പര്യടനങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ക്ഷീണമാണെങ്കിൽ പോലും നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നതിന് തീർച്ചയായും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വളരെ രോഗിയായിരുന്നിട്ടും, എത്രത്തോളം എന്നാൽ നടക്കാൻ പ്രയാസമായിരുന്നിട്ടും ജമാഅത്തായി നമസ്കാരത്തിന് വേണ്ടി പോകുമായിരുന്നു. ഒരുപാട് നന്മകൾക്കുടമയായിരുന്നു. അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ നിറവേറ്റുന്നതിൽ എപ്പോഴും മുഴുകിയിരുന്നു. തക്വയുടെ ഇടുങ്ങിയ വഴികളിലൂടെ ചരിക്കുന്ന ആളും ഖിലാഫത്തിനോട് അഗൈതവുമായ സ്നേഹവും അനുസരണവും വിനയവുമുള്ള ആളും മുറബിമാരെയും ജമാഅത്തി ഭാരവാഹികളെയും ആദരിക്കുന്നയാളും കുട്ടികളോടും ബന്ധുമിത്രാദികളോടും വാത്സല്യമുള്ളയാളും സാധു സംരക്ഷകനുമായിരുന്നു. തബ്ലീഗിൽ പ്രത്യേകം താല്പര്യമുള്ള ആളായിരുന്നു. ലോകത്തിന്റെ അവസാന ദിനങ്ങളിലും ആരോഗ്യം കൂടുതൽ മോശമായപ്പോൾ അദ്ദേഹത്തെ 3 പകലും 3 രാത്രിയും എമർജൻസിയിൽ കൊണ്ടുപോവുകയുണ്ടായി. തിരിച്ചു വീട്ടിലെത്തിയപ്പോഴും ഒരിക്കലും തഹജ്ജുദ് ഒഴിവാക്കിയിരുന്നില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. ആരോഗ്യം മോശമായിരുന്നു. ഫജർ നമസ്കരിച്ചു. പിന്നീട് തയ്യാറായി ഓഫീസിലേക്ക് പോയി. അദ്ദേഹത്തെ തടുക്കുമ്പോൾ പറഞ്ഞിരുന്നത്, ഇത് തന്നെയാണ് ഒരു വഖഫിന്റെ ജീവിതം. അതുകൊണ്ട് എന്നെ എൻ്റെ പണിയിൽ തടുക്കാതിരിക്കൂ. അദ്ദേഹത്തിന്റെ മകൻ മൊറബി സിൽസില നാസർ ഇസ്ലാം പറയുന്നു, ഞങ്ങൾക്ക് ബുദ്ധി വെച്ചതു മുതൽ പിതാവിനെ തജ് നമസ്കരിക്കുന്ന ആളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അനുസരണത്തിന്റെ ഉന്നത സ്ഥാനത്തും ജമാഅത്തിലെ ഏത് ഭാരവാഹിയാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അദ്ദേഹത്തെ അനുസരിക്കുമായിരുന്നു. എല്ലാ ദിവസവും സദക്കയും ഖൈറാത്തും കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതശൈലിയായിരുന്നു. അന്നന്നത്തെ ജോലികൾ അന്നു തന്നെ പൂർത്തിയാക്കുമായിരുന്നു. എല്ലാവരുമായും ഇടപഴകിയിരുന്നു. തബ്ലീഗിൽ വളരെ താല്പര്യവുമായിരുന്നു. പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനെ നമസ്കാരത്തിന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും, ആഫ്രിക്കയിൽ രാവിലെ നടക്കാൻ പോകുമ്പോഴും, ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്തും, അതല്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോഴും, ഡൈനിങ് റൂമിലാണെങ്കിലും, അവിടെ പോലീസ് ഓഫീസർമാരാണെങ്കിലും മിലിറ്ററി ഓഫീസർമാരാണെങ്കിലും ആരെ കണ്ടാലും അവർക്ക് തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഒരവസരവും നഷ്ടപ്പെടുത്തിയിരുന്നില്ല. ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങളുടെ ഉപ്പ അയാളെ കണ്ടിട്ടുണ്ട്, ഇനി അയാളെ തബ്ലീഗ് ചെയ്യാതെ വിടുന്നതല്ല. പറയുന്നു, അദ്ദേഹത്തിന് ഒരു മകൻ
പറയുകയാണ്, പിതാവ് പറയുമായിരുന്നു, ആഫ്രിക്കയിൽ തബ്ലീഗ് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരുന്നു. ഒരുപാട് ദുആകൾ ചെയ്തു. തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ സുജൂദിൽ ഒരു ശബ്ദം കേട്ടു. എന്റെ അസ്തിത്വത്തിൽ പരാജയം വിധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു, തബ്ലീഗിന്റെ കാര്യത്തിലുണ്ടായിരുന്ന വിലക്ക് അടുത്ത ദിവസം തന്നെ ഇല്ലാതായി. ഒരുപാട് പേർ അദ്ദേഹത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയത് അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്ന ആളും വിനയാന്വിതനും ദുആ ചെയ്യുന്ന ആളും ഖിലാഫത്തുമായി ഉറച്ച ബന്ധമുള്ള ആളും അള്ളാഹുൽ പൂർണ്ണമായും സമർപ്പണം ചെയ്ത മനുഷ്യനുമായിരുന്നു എന്നാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും കാരുണ്യവും ചൊരിയുമാറാകട്ടെ. സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.